ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട്. ഉള്ളിലേക്ക് നല്ല സോഫ്റ്റും പുറത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നേന്ത്രപ്പഴമാണ് കേട്ടോ. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ആ 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. പഴുത്ത പഴമാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിങ്ങനെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാവുമല്ലോ, ആ രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് പഴുത്തെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ കൂടെ ചേർക്കുമ്പോഴാട്ടോ ആ ഒരു സ്നാക്കിന് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തേങ്ങ മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു മധുരം കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി നമുക്ക് ഒരു മുട്ട എടുക്കാം കേട്ടോ. ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ട തന്നെ മതി കേട്ടോ അതിലേക്ക്. അതിലൊരു കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. ആദ്യം നമ്മൾ പഴത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് കേട്ടോ. മൈദ 1 കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല. അപ്പം 1 കപ്പ് മൈദ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദ ചേർക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഓയിലിലേക്ക് ഇങ്ങനെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ചെറിയ ഇതായിട്ട് നുള്ളിയിട്ട് ഇട്ട് കൊടുക്കണം. നല്ല കറക്റ്റായിട്ട് ഉള്ളൊക്കെ വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നുള്ളിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ബോൾസാക്കി എടുക്കൊന്നും വേണ്ട. ബോൾസാക്കിയൊക്കെ എടുത്താൽ നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താലാണ് പുറമേക്ക് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നമുക്ക് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന സമയത്ത് കുറച്ചൊക്കെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് ചൂടാറുമ്പോഴാണ് കേട്ടോ അത് പുറത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ കളറാകുന്ന സമയത്ത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഈ ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്